പക്ഷെ 12-ാം ദിനത്തിലാണ് ഇനിയിപ്പോൾ പ്രതീക്ഷയുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി തന്നെ കോൺടാക്ട് പോയിന്റ് 4-ലാണ് ലോറി ഉള്ളത്, അർജുൻ്റെ ലോറി ഉള്ളത് എന്ന് സ്ഥിരീകരിക്കുന്നു. പിന്നീട് ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന, അപ്പോൾ മറ്റുള്ള ഒരിടത്തും പരിശോധന നടത്തേണ്ടതില്ല എന്നതിലേക്ക് ദൗത്യസംഘം എത്തുന്നു. അതിനാണ് ഈശ്വർ മൽപേ എന്ന ഡൈവേഴ്സിൻ്റെ സംഘം, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്, 8-അംഗ സംഘമാണ്, ഉടുപ്പിയിൽ നിന്നുള്ള സംഘമാണ്. ഒട്ടേറെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് ഒട്ടേറെ പേരെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘമാണ്. ഇപ്പോൾ ആ സംഘം പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ 4-ാം ഘട്ട ഡൈവിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില നിർണായക വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന സൂചനകളുണ്ട്. നമ്മൾക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ അല്പസമയത്തിനകം ഞങ്ങളുടെ പ്രതിനിധികൾ നൽകും. ശ്രീകാന്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ നിലവിലിപ്പോൾ ഇന്നത്തെ ദിവസം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെയൊക്കെ ഒരു അന്തിമ ഫലം എന്ന തരത്തിലേക്ക് കൂടിയാണല്ലോ ഇന്ന് വന്നിട്ടുള്ള ഈ ഫലം, അതായത് CP4 കേന്ദ്രീകരിച്ചുള്ള പരിശോധന. അത് കഴിഞ്ഞ ദിവസം നടത്തിയ ഐബോർഡ് പരിശോധനയുടെ ഒരു പരിണിത ഫലം എന്ന തരത്തിലേക്കാണ് ഇനിയിപ്പോൾ നടക്കുന്നത്. ഈ ഏറ്റവും അതിൻ്റെ നിർണായകമായൊരു ഘട്ടം തന്നെയാണല്ലോ. അതിന് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. അനുജ, ഇതൊരു ശ്രമമാണ് അനുജ. കാരണം ഈ 12 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരാൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ തയ്യാറാണ് ഈ ഗംഗാവാലി പുഴയിലേക്ക് ഇറങ്ങാൻ, എനിക്ക് ഭയമില്ല, എൻ്റെ ടീമിന് ഭയമില്ല, അടിയൊഴുക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഒരു ശ്രമം നടത്തി നോക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടെ അർജുന് വേണ്ടി, കേരളത്തിലെ നമ്മുടെ അർജുന് വേണ്ടി നിലവിലിപ്പോൾ എത്തിയിരിക്കുന്നു. ഈ മാൽപ്പയിൽ നിന്നും നമ്മളുമായി, അർജുനുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത, രക്തബന്ധമോ മറ്റെന്തെങ്കിലും തരത്തിലോ ബന്ധമില്ലാത്ത ഒരു വ്യക്തി എത്തി പറയുകയാണ്, ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് എനിക്കറിയാം, ഞങ്ങൾക്ക് ഈ പ്രദേശമാകെ അറിയാവുന്നവരാണ്, ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങുന്നു. ഇതാദ്യമായി 12 ദിവസത്തിനിടെ ഇതാദ്യമായി ഒരാൾ ഈ ഗംഗാവാലി പുഴയുടെ, അതായത് വളരെ വളരെ ആഴത്തിൽ വലിയ ശക്തിയിൽ ഒഴുകുന്ന ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങാൻ തയ്യാറായിരിക്കുന്നു. 3 തവണ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ആ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറങ്ങി ഡൈവ് ചെയ്തു. ശേഷം പക്ഷേ 3-ാമത്തെ തവണ അദ്ദേഹത്തിന്റെ വടമഴിഞ്ഞ് അദ്ദേഹം ഒരു 100 മീറ്ററോളം ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു. പക്ഷേ നേവി അവിടെ നിലയുറപ്പിച്ചിരുന്നു. അവർ മാറി നിൽക്കുകയല്ല, അവർക്ക് ഔദ്യോഗികമായി ചെയ്യാൻ സാധിക്കുന്നത് അത് മാത്രമായിരുന്നു. അവർ രക്ഷപ്പെടുത്തി തിരികെ എത്തിച്ചു. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മൽപേ സംഘം. വീണ്ടും ഇറങ്ങിയിരിക്കുന്നു, 4-ാമത് ഇറങ്ങി പരിശോധന നടത്തുകയാണ്. ഇതിനിടയിൽ അവരുടെ പരമ്പരാഗത അറിവ് വെച്ച് മുള കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാം, മത്സ്യബന്ധന ബോട്ടുകൾ 2 കൂടി അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ എത്തിച്ച് ആ CP2 എന്ന് പറയുന്ന സ്ഥലത്ത് ഉറപ്പിച്ചു നിർത്തി അവിടെ വെച്ച് ഈ പരിശോധന നടത്താനാണ് ഇപ്പോൾ ശ്രമം തുടരുന്നത്. ആ ശ്രമത്തിന്റെ ഭാഗമായാണ് നിലവിൽ ഈ മുളകൾ എത്തിച്ചത്. ഒപ്പം തന്നെ ഈ കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ എത്തിച്ചിട്ടുള്ളത്. മത്സ്യബന്ധന ബോട്ടുകൾ അവിടെ ഉറപ്പിച്ചു നിർത്തും. ആ ഉറപ്പിച്ചു നിർത്തിയ ശേഷമായിരിക്കും പിന്നീട് ഈ തിരച്ചിൽ ആ ഭാഗത്തിറങ്ങി നടത്താൻ പോകുന്നത്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നത്. 4 തവണ അടിത്തട്ടിലേക്ക് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നു. ജയമോ തോൽവിയോ അറിയില്ല അനുജ. ഈ മാൽപ്പയ്ക്ക് അവിടേക്ക് എത്തി ഈ ലോഹവസ്തു അവിടെയുണ്ട്, ഈ ട്രക്ക് അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് അത് വീണ്ടെടുക്കാൻ, ആ കൊളുത്ത് അതിലേക്ക് ഹുക്ക് ചെയ്ത് പിടിപ്പിക്കാൻ കഴിയുമോ അറിയില്ല. അതൊക്കെ ചിലപ്പോൾ നടന്നേക്കാം, ചിലപ്പോൾ നടന്നില്ലെന്നും വരാം. പക്ഷേ ഈ 12 ദിവസത്തിനിടെ ഒരു ആശ ജനിപ്പിക്കുന്ന തരത്തിൽ ഒരാൾ ആ ഗംഗാവാലിപ്പുഴ പറയുകയാണ്, അത് കുലംകുത്തി ഒഴുകി വന്നുകൊണ്ട് പറയുകയാണ്, ഒരാളെ പോലും അതിനടിയിലേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ, വീണ്ടെടുക്കാൻ അനുവദിക്കാതെ നിന്ന ഗംഗാവാലിപ്പുഴയുടെ നേർക്ക് ചങ്കുറപ്പോടെ ഇറങ്ങിച്ചെന്നു ഈശ്വർ മാൽപേ ഇറങ്ങിയിരിക്കുന്നു. 4-ാം തവണയും അദ്ദേഹം തോൽക്കുകയോ അല്ലെങ്കിൽ ജയിക്കുകയോ ചെയ്യാം, എങ്കിലും ഒരു ശ്രമം നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാത്തിരിക്കുകയാണ് മാൽപ്പയുടെ വിവരങ്ങൾക്കായി. ആ ലോഹവസ്തു, അത് ട്രക്ക് തന്നെ, ക്യാബിൻ തന്നെ എന്ന് തെളിഞ്ഞാൽ, കണ്ടെത്തിയാൽ ക്രെയിൻ തയ്യാറായി കരയ്ക്കുണ്ട്. ക്രെയിനിൽ നിന്നും ഒന്നുകിൽ ചങ്ങല, അതുമായി ബന്ധപ്പെട്ട് ഇരുമ്പ് വടം അത് ഘടിപ്പിച്ച് വലിച്ചു കയറ്റാൻ, ലോറി വലിച്ചു കയറ്റുന്നതിനോ ഇനി ക്യാബിൻ തുറക്കുന്നതിനോ ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. അതൊക്കെ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും. ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുന്നു
മാൽപ്പെ കൊണ്ടുവരട്ടെ ശുഭവാർത്ത എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ അതെ, നമ്മളെല്ലാവരും സാധിക്കും? പ്രതീക്ഷയിലാണ്. എല്ലാ കണ്ണുകളും മാൽപ്പയിലേക്കും സംഘത്തിലേക്കുമാണ്. ഇപ്പോൾ അവർ അവിടെ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ലോറിയുടെ എന്തെങ്കിലും സൂചനകൾ കിട്ടുമോ എന്നുള്ളത്, ഈ നിലവിൽ ലോറിയുണ്ട് എന്ന് സൂചന കിട്ടിയ ഇടത്ത് തന്നെയാണ് ആ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനം. പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അവിടെ നടക്കുന്ന പരിശോധനയുടെ ദൂരത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്, വൈഡ് വ്യൂവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഒരു ജീവൻ മരണ പോരാട്ടം എന്ന തരത്തിലേക്ക് തന്നെയുള്ള പരിശോധനയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം റിസ്കിലെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നേവിയുടേതുൾപ്പെടെയുള്ള സുരക്ഷയുണ്ട്, അവിടെ മത്സ്യബന്ധന ബോട്ടുകളുണ്ട്. ഇനി ലോറി കണ്ടെത്താൻ കഴിഞ്ഞാൽ തന്നെ അത് ഏത് തരത്തിലേക്ക് കരയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിൻ്റെ സംവിധാനങ്ങൾ കൂടി സജ്ജീകരിച്ചുകൊണ്ടാണ് നിലവിൽ അവിടെ ദൗത്യം പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. വലിയ കല്ലും മണ്ണും ചെളിയുമുണ്ട്, അതിനിടയിൽ പൂണ്ട് കിടക്കുകയാണ് ലോറി തകർന്നിട്ടുണ്ട്. ഇതെല്ലാം നേരത്തെ പുറത്തു വന്ന വിവരങ്ങളാണ്. എങ്ങനെയെങ്കിലും ലോറി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളൊരൊറ്റ ദൗത്യത്തിലാണ് മാൽപ്പയും സംഘവും ഉള്ളത്. അദ്ദേഹത്തുമായി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അല്പസമയം മുൻപുള്ള ദൃശ്യങ്ങളാണ്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ, ഒപ്പം തന്നെ SP നാരായണ എന്നിവർ അദ്ദേഹവുമായി സംസാരിക്കുന്നു, അദ്ദേഹത്തിന് ആശംസകൾ നേരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഡൈവിങ്ങിനായി ഇറങ്ങിയത്. ഇടയ്ക്ക് ചെറിയ അപകടമുണ്ടായി, അദ്ദേഹം പിന്മാറുന്നില്ല. ഇപ്പോൾ 4ാം ഘട്ട ഡൈവിങ്ങിലാണ്. എന്താണ് ഈ ഡൈവിങ്ങിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന സൂചന എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാകും. ഏതായാലും പിന്നോട്ടില്ല എന്ന് തീരുമാനിച്ച ഒരു സംഘം അവിടെ പ്രവർത്തിക്കുന്നു. അവർക്ക് സുരക്ഷയും പിന്തുണയുമായി മറ്റൊരു സംഘം, അത് നേവിയുടേതും മത്സ്യബന്ധന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മറ്റൊരു സംഘം കൂടിയുണ്ട് എന്നുള്ളത്.